ഞാൻ അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു സ്വഭാവ വികസനം, വ്യക്തിത്വ വികസനത്തിലൊക്കെ ഏലപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു നാടിൻ്റെ ഒരു എത്രമാത്രം ഉണ്ട് അതിൻ്റെ ഒരു പിന്തുണ? നാടിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഏലപ്പാറ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയുന്നതായിരിക്കും. ചെറുതായിരിക്കുമ്പോൾ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം മെയിൻ ജംഗ്ഷനിലോട്ട് എത്താൻ. എന്നിട്ടാണ് നമ്മൾ ബസ് കയറിയിട്ട് പോവാറ്. അപ്പോൾ നടന്നു പോകുമ്പോഴേക്കും എല്ലാവരും നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ അവരെ നോക്കിയിട്ട് ചിരിക്കും. ഇപ്പോൾ നമുക്ക് അധികം ഡീറ്റെയിൽഡ് അറിയില്ലെങ്കിൽ നമ്മൾ അറിയും. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഉള്ള ആളല്ല എന്നുള്ളത് മനസ്സിലാവും. എന്നുവെച്ചാൽ ഒരു ചെറിയൊരു സ്ഥലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായാലും പിന്നോക്കമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബേസിക് ആയിട്ടുള്ള റോഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഉണ്ടാവും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫീസസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് അവിടെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഓഫീസുകളിലൊക്കെ ആൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വളർന്നു വന്ന സമയത്തുണ്ടായിരുന്നു. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എവിടെയും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല. ഡെവലപ്മെൻറ്റ് അതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസ് സെലക്ട് ചെയ്യാൻ പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയിട്ടുണ്ട്. കാരണം ഇൻട്രസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സിവിൽ സർവീസ് കിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് ഇതൊരു ഫാക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 1.5 കിലോമീറ്റർ നടത്തമാണ്. കാരണം അതിപ്പോഴും ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ കലക്ടർമാരെ മുഴുവൻ നോക്കുമ്പോൾ എല്ലാവരും ആരോഗ്യമൊക്കെ വളരെ കൃത്യമായി സംരക്ഷിച്ചു. പക്ഷേ അർജുൻ സാറിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സമയം കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ ഈ കയറിൻ്റെ മുകളിൽ തൂങ്ങിക്കയറിയ ഒരു വീഡിയോ ഞാൻ ഒരു യാത്രക്കിടയിലാണ് അത് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകവും സന്തോഷമൊക്കെ തോന്നി. അപ്പം ഹെൽത്ത് സംരക്ഷിക്കണം എന്നുള്ളത് എത്ര തിരക്കാണെങ്കിലും അതിനുവേണ്ടി സമയം മാറ്റി വെക്കാറുണ്ട്. അല്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ സർവീസിൽ കയറുന്നതിന് മുമ്പ് അത്യാവശ്യം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ജീവിതശൈലി വെച്ചിട്ട് തന്നെ ഇപ്പം ഒരു സ്ഥലത്ത് എത്തണേ തന്നെ വണ്ടിയൊന്നും ഉണ്ടാവില്ല, കുറേ നടക്കണം. ഇപ്പോൾ എൻ്റെ ബോഡി എനിക്കൊന്ന് അതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനുശേഷം പരമാവധി സമയം കണ്ടെത്താറുണ്ട് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ജില്ലയിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച സമയം കിട്ടില്ലേന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കുറച്ച് സമയം അതിനു വേണ്ടി രാവിലെ തന്നെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റു പ്രവൃത്തിയിലോട്ട് പോവാറ്. അത് ആക്ച്വലി നമ്മൾ ഫിസിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ മൈൻഡിന് ഒരു ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടും കൂടെ അത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്.